നല്ല കുറച്ച് സുഹൃത്തുക്കളുണ്ടല്ലോ, ഇവർ വെരി, ഞാൻ കേട്ടിട്ടുള്ളത് വളരെ പൊസസീവാണ്. എന്ന കാരണത്തിൽ ആ സൗഹൃദ കമ്പനികൾക്ക് വലിയ താല്പര്യം മമതയാണ്. അതിലെത്തപ്പെട്ട് കഴിഞ്ഞാൽ ആഘോഷം തിമിർക്കും. അതെ അതെ, ഞാൻ കൂടുതൽ പറയണ്ടല്ലോ. അതെ, ആ ആഘോഷത്തിൽ എല്ലാം ഉണ്ട്. ഒരുപക്ഷെ താങ്കളുടെ ഏറ്റവും വലിയ ഉത്സവം അത് തന്നെയാണ്. തീർച്ചയായിട്ടും. താങ്കൾക്ക് തൃശ്ശൂർ പൂരമൊന്നും വലിയ ഇഷ്ടമില്ല. പൂരത്തിന് പോകാൻ ഇതാണ് താങ്കളുടെ പൂരം. അതെ അതെ, ഈ പൂരത്തിലാണ് പലരും ഈ മഹാഗായകൻ്റെ യഥാർത്ഥ മനസ്സ് കാണുന്നത്. ചിലർ പറയും മുൻചുണ്ടിക്കാരനാണ് ആണല്ലോ. എന്താ നോക്കട്ടെ, ആരെങ്കിലും പറയുമെന്ന് നോക്കാം. ഇനിയിപ്പോൾ ഞാനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും കുഴപ്പമാകണ്ട. സംഗീതത്തിലേക്ക് ആദ്യമായിട്ട് ഒരു സംഗീത സംവിധായകനാകണം എന്ന ആഗ്രഹം തോടു കൂടിയിട്ട് ഞാൻ ഇൻഡസ്ട്രിയിലേക്കൊക്കെ വന്നു തുടങ്ങുന്ന കാലഘട്ടങ്ങളിൽ ആദ്യമായിട്ട് ജയേട്ടൻ എന്ന ഗായകനെക്കുറിച്ച് അല്ലെങ്കിൽ ജയേട്ടൻ എന്ന വ്യക്തിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് വളരെ പെട്ടെന്ന് ശോഭിക്കുന്ന, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള, വളരെ മുൻശുണ്ടിയുള്ള ഒരാളായിട്ടാണ് കേട്ടറിഞ്ഞിട്ടുള്ളത്. കൂടുതൽ ചേട്ടനോട് സംസാരിക്കാൻ എല്ലാവർക്കും ഒരു ഭയമുണ്ട്. എപ്പോഴും എന്ത് പറയുമ്പോഴാണ് ചേട്ടനത് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക എന്നുള്ളൊരു ഭയമുണ്ട് എല്ലാവർക്കും. എന്താണ് ജയേട്ടനിൽ ഇങ്ങനെ ഒരു അഭിപ്രായം മറ്റുള്ളവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ റിയാക്ഷനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത്? സത്യത്തിൽ ഞങ്ങൾ കണ്ടറിഞ്ഞിട്ടുള്ള ജയേട്ടൻ എന്ന് പറയുന്നത് വളരെ സ്നേഹവാനായ, വളരെ ശാന്തമായി സംസാരിക്കുന്ന, പാട്ടുകളെക്കുറിച്ച് മാത്രം സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എന്തുകൊണ്ടാണ് മറ്റുള്ളവർ ഇങ്ങനെ പറയുന്നത്? രതീഷ് വേഗയുടെ ഒരു അഭിപ്രായം ഇതാണ്. പക്ഷേ രതീഷ് വേഗ കൊണ്ട് മാത്രം നമുക്ക് ആ വിഷയം കൈകാര്യം ചെയ്യാൻ പറ്റില്ല. എന്താ വെച്ചാൽ താങ്കളുടെ സ്വഭാവത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രകടമായിട്ട് ആൾക്കാർ ടിക്ക് ചെയ്യുന്നൊരു സ്വഭാവമാണ് താങ്കളുടെ ക്ഷോഭം, അല്ലെങ്കിൽ ഈ പറഞ്ഞ മുൻചുണ്ടി. അപ്പോൾ ഒരാളെ കൊണ്ട് മാത്രം, അയാളുടെ മാത്രം അഭിപ്രായം എടുത്ത് ശരിയാവുന്നില്ല, ഒരാളെ കൊണ്ട് കൊണ്ടുവരണം. ജേട്ടാ നമസ്കാരം. ദ മാൻ വിത്ത് ദ എവർ ഗ്രീൻ വോയിസ്. ഞാൻ ഏറ്റവും ആരാധിക്കുന്ന മ്യൂസീഷ്യൻസിൽ ഒരാളാണ് ജേട്ടൻ. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ജേട്ടൻ പല ഇൻ്റർവ്യൂസിലും ഇങ്ങനെ വളരെയധികം പല ആൾക്കാരെയും നേരിട്ട് തന്നെ വിമർശിക്കാറുണ്ട്. ജേട്ടൻ്റെതായിട്ടുള്ള രീതിയിൽ കാഴ്ചപ്പാടുകൾ പറയാറുണ്ട്. അപ്പോൾ ഇത് പല ആൾക്കാരിലും ഒരുപക്ഷെ ജേട്ടനോട് ഒരു അപ്രിയം സൃഷ്ടിക്കാറില്ലേ? അപ്പോൾ ജേട്ടൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇതാണ് എൻ്റെ ചോദ്യം. എനിക്ക് പക്ഷേ ഈ ഒരു അഭിപ്രായമില്ല. എന്താ കാരണം, പക്ഷേ ഇത് പെർസെപ്ഷനാണ്. പലപ്പോഴും പബ്ലിക് പെർസെപ്ഷൻ ഡിസെപ്റ്റീവ് ആകാം. മിന്നുന്നതൊന്നും പൊന്നല്ല എന്ന് പറയുന്നത് പോലെ. പക്ഷേ ഇങ്ങനൊരു അഭിപ്രായമുണ്ട്. പക്ഷേ ഈ അഭിപ്രായത്തിന് വിരുദ്ധമായിട്ടുള്ള പല അഭിപ്രായങ്ങളുണ്ട്. ഞാൻ വേറൊരു അഭിപ്രായം കൊണ്ടുവരാം, വരട്ടെ. സുശീലാമ്മയോടൊപ്പം ജയേട്ടനും ഞാനും ഒരു പ്രോഗ്രാമിന് വേണ്ടി പോവുകയും ഒരു ഫ്ലാറ്റിൽ ഒരുമിച്ച് താമസിക്കുകയും ചെയ്തപ്പോൾ അവിടെ ജയേട്ടനെ കാണാൻ വന്ന ഒരു ജയേട്ടൻ്റെ ഒരു ആരാധികയുടെ ഫാമിലിയുമായിട്ട് ഒരുമിച്ച് വരികയും അവർ ജയേട്ടനോട് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് പാടാൻ പറയുകയും ചെയ്തു. ഹർഷബാഷ്പം തൂകി എന്ന ഗാനം അവർക്ക് വേണ്ടി വളരെ സ്വതന്ത്രമായി അടുത്തിരുന്ന് അവരെ അങ്ങേറ്റം സ്നേഹത്തോടെ അവരെ കാണുകയും അവരോട് വളരെ സൗമ്യമായി ആ പാട്ട് പാടി കളിപ്പിക്കുകയും ചെയ്തപ്പോൾ അവരുടെ കണ്ണ് നിറയുന്നതും ഒരുപാട് നേരം അവർ വിഷമിച്ചിരിക്കുന്നതും സന്തോഷം കൊണ്ട് അങ്ങനെ കരയുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആരാധകർ, ഭക്തിയോട് കാണുന്ന ഒരുപാട് ആരാധകരുള്ള ഗായകനാണ് ജയേട്ടൻ. അവരോട് ഈ JB ജംഗ്ഷൻ എന്ന പരിപാടിയിലൂടെ എന്താണ് പറയാൻ ജയേട്ടൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം. പോരാ, എനിക്ക് തൃപ്തിയായിട്ടില്ല, ഇനിയും വേണം. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് തുല്യമായി ഞാൻ കാണുന്നൊരു വ്യക്തി ജയേട്ടനാണ്. 1982 നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഭക്തിഗാനമേളയ്ക്ക് വന്നാണ് ജയേട്ടൻ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അതിനുശേഷം ജയേട്ടൻ എൻ്റെ വീട്ടിൽ വരുന്നു, നമ്മൾ തമ്മിൽ അടുക്കുന്നു. 32 വർഷമായി നമ്മൾ ബന്ധം തുടങ്ങിയിട്ട്. എൻ്റെ വിവാഹത്തിന് ദുബായ് പ്രോഗ്രാം ക്യാൻസൽ ചെയ്തിട്ടാണ് ജയേട്ടൻ എൻ്റെ വിവാഹത്തിന് ദുബായിൽ നിന്ന് വരികയും കല്യാണം കഴിഞ്ഞുകൊണ്ട് ജയേട്ടൻ തിരിച്ചു പോവുകയും ചെയ്തു. 32 വർഷമായിട്ട് ഈ ബന്ധം ഇതേ രീതിയിൽ കൊണ്ടുപോകാൻ ജയേട്ടന് പ്രചോദനമായ കാരണം എന്താണ്? ഞാൻ ഇതുവരെ ജയേട്ടനോട് നേരിട്ട് ചോദിച്ചിട്ടില്ല. ഈ പ്രോഗ്രാമിലൂടെ അതറിയാൻ ഞാൻ താല്പര്യപ്പെടുന്നു. കേട്ടല്ലോ മഹിമ, സ്വഭാവ മഹിമ കേട്ടല്ലോ. കേട്ടു, പറഞ്ഞു. ഞാനില്ലാത്തത് ഇപ്പം എന്താ ശുണ്ഠിയെക്കുറിച്ചാണോ? എന്താ ശുണ്ഠി വന്നു. അതേസമയം ഒരു ആരാധിക ചോദിച്ചപ്പോൾ പാടി അവർക്ക് ഹർഷബാഷ്പം ഉണ്ടാക്കി കൊടുത്തു. പാടി കൊടുത്തു. ആരാധിക അറിയില്ല, ഓർമ്മയില്ല പാടിയിട്ടുണ്ടോ? ഞാൻ ചോദിക്കണമെന്ന് വെച്ചാൽ ഇപ്പം ഈ ഹർഷബാഷ്പം ഒരു ആരാധിക്ക് മാത്രം കൊടുക്കേണ്ടതല്ല.
ഈ ഹർഷബാഷ്പമില്ലെങ്കിൽ ഈ JV ജംഗ്ഷൻ വിത്ത് ജയേട്ടൻ പൂർണ്ണമാകില്ല. ആ അത് ശരി. അപ്പം ശരി, തുടങ്ങിക്കളയാം. അതെ അതെ അതെ. ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു, ഇന്ദുമുഖി ഇന്നുരാവിൽ എന്തു ചെയ്വൂ നീ, എന്തു ചെയ്വൂ നീ. ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു, ഇന്ദുമുഖി ഇന്നുരാവിൽ എന്തു ചെയ്വൂ നീ, എന്തു ചെയ്വൂ നീ. ഏത് സ്വപ്നപുഷ്പവനം നീ തിരയുന്നു, ഏത് രാഗ കൽപ്പനയിൽ നീ മുഴുകുന്നു. വിണ്ണിലെ സുധാകരനോ വിരഹിയായ കാമുകനോ, ഇന്നു നിന്റെ ചിന്തകളെ ആരുണർത്തുന്നു സഖി, ആരുണർത്തുന്നു. ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു, ഇന്ദുമുഖി ഇന്നുരാവിൽ എന്തു ചെയ്വൂ നീ, എന്തു ചെയ്വൂ നീ. ഇന്ദുമുഖി ഇന്ന് രാവിലെ എന്ത് ചെയ്യും? പി. ഭാസ്കരൻ മാഷ. ചേട്ടാ, ഈ സ്വഭാവത്തെക്കുറിച്ചൊക്കെ ആൾക്കാർ പറഞ്ഞല്ലോ. ഒരുപക്ഷെ ഈ മുൻചുണ്ടിക്കും ചെറിയ ക്ഷോഭത്തിനുമൊക്കെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആർദ്രത ഉള്ള ഈ മനസ്സിനെ പലരും തിരിച്ചറിയാതെ പോകുന്നുണ്ടെന്നുള്ളൊരു പരാതി താങ്കൾക്കുണ്ട്. ഞാനതിനെക്കുറിച്ചൊന്നും ബോധമില്ല ബ്രിട്ടാസ്. ഞാൻ എൻ്റെ രീതിയിൽ പെരുമാറും. എന്താ അവർ വിചാരിക്കണേ, എനിക്ക് യാതൊരു പ്രശ്നമില്ല. എന്ത് വേണമെങ്കിൽ വിചാരിച്ചോട്ടെ. ഈ 70-ാം വയസ്സിൽ എൻ്റെ സ്വഭാവത്തിനൊന്നും ഒരു തിരുത്തൽ വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. മാഷയുടെ ഭാര്യ പറഞ്ഞു, ജയ മാഷെ പോലെയാണോ? അതെ, മാറ്റിക്കൂടെ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. അത് പറ്റില്ല. അങ്ങനെയല്ല കുട്ടി, മാറ്റണം. അല്ല, മാറാൻ പറ്റും തോന്നണില്ല എന്ന് പറഞ്ഞു. സത്യമാണ്, മാറാൻ പറ്റും തോന്നണില്ല. അത് ഞാൻ തന്നെ പറയണേ. മാറിയാൽ നന്ന്, അങ്ങനെയും പറയാം. അതിനെക്കുറിച്ച് ഞാൻ ബോധമല്ല ഞാൻ കേട്ടോ. എങ്ങനെ പോകുന്നു ജീവിതം. അങ്ങനെ ചേട്ടൻ്റെ ഒരു പ്രത്യേകത, ചേട്ടൻ നേരത്തെ തന്നെ ചേട്ടൻ തന്നെ സമ്മതിച്ച കാര്യമാണ്. ഞാൻ സൂചിപ്പിച്ച കാര്യവും താങ്കൾ സമ്മതിച്ചു കാണും. മൂഡ്സ് വളരെ പ്രധാനം. മൂടിയാണ്. ഏതോ ഒരു സംഭവം ഞാൻ വായിച്ചിട്ടുണ്ട്. ഏതോ ഒരു പരിപാടിക്ക് പോയിട്ട് താങ്കൾ പാടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവിടെയുള്ള ആൾക്കാരിലാണ് കയറി താങ്കളുടെ കാറടിച്ച് പൊട്ടിച്ച് 25 വർഷത്തിന് ശേഷം കാറടിച്ച് പൊട്ടിച്ച വിദ്വാൻ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് താങ്കളോട് ക്ഷമാപണം നടത്തി. അതങ്ങനെ ഞാൻ പറഞ്ഞുതരാം. ഉണ്ടായിരുന്നു ഇതൊക്കെ അവിടെ നിന്ന് അടിച്ചിരുന്നത്. അതായത് മറ്റേത് ഒരു ഓണം പരിപാടിയായിരുന്നു. ഓണത്തിന് വർഷങ്ങൾക്ക് മുമ്പ്, 35-40 വർഷം മുമ്പ് ഓണപരിപാടിക്ക് ജോൺസൺ, നമ്മുടെ മിസ് ജോൺസനെ ഞാനല്ലോ രമാഷ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് നമ്മുടെ പയ്യനാ. അവൻ വിളിച്ച്, ചേട്ടാ ഒരു പരിപാടിന് പറ്റാം ഇവിടെ. ശരി, അവിടെ ചെന്നു. ഓണപരിപാടിയാണ്. അപ്പോൾ ഈ ഓണം അവിടെ പോലീസുകാരൊന്നും ഇല്ലയെന്ന്. ഓണമല്ലേ, സ്മോളിൻ്റെ ആൾക്കാരാണല്ലോ മുഴുവൻ. ഓണമല്ലേ, അടിച്ചെങ്കിൽ. അപ്പം ഞാൻ പാടി ഇനോഗ്രേറ്റ് ചെയ്തു. അപ്പം ഞാൻ ഇനോഗ്രേറ്റ് ചെയ്യാന്നേ പറഞ്ഞിട്ടുള്ളൂ, പാടാന്ന് പറഞ്ഞിട്ടില്ല. ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ പാടാന്ന് ആൾക്കാർ പറ്റില്ല പറഞ്ഞു. അവിടെ നമ്മുടെ ആ പ്രശ്നമില്ലായിരുന്നു, പാടില്ല. അപ്പോൾ ജോൺസൺ ചേട്ടൻ പാടി, ഞാൻ പാടാൻ വേണ്ടി പോവാ, വണ്ടി എടുത്ത് 4-5 പേര് തടഞ്ഞു നിർത്തി.
അടിയോ അടി കാറമ്മ ബഹളം. അപ്പം ഞാൻ കുളിക്കൊന്നുമില്ല. ഞാൻ പാടിയ തല്ലിക്കൊള്ളയും കൊല്ലട്ടെ. അപ്പോൾ നമ്മുടെ കൂടെ ഒരുത്തണ്ട് ഗേറ്റ് തുറന്ന് ഓടണങ്ങൾ, ഗേറ്റ് തുറന്ന് പഠിച്ച് അപ്പോൾ അതിലേക്ക് കൂടെ അവിടെ കുളമുണ്ട്, ആ കുളത്തിൽ കൊണ്ട് ചത്തു. അതിലും ഇവിടെ ഇരിക്കുന്നത് കാറിലിരുന്നു. അങ്ങനെ ഇരുന്നത് അത് ആ കാറ് ബെൻസ് കാറായിരുന്നു പാവം. ആ കൊണ്ടുവരുന്ന അത് സങ്കടമല്ല. PT മാനുവൽ എന്നുള്ള ഫാഷൻ ഫാബ്രിക്സിൻ്റെ അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ബെൻസ് കാറായിരുന്നു. അതാ ചവിട്ടി പൊളിച്ചത്. അതെനിക്ക് ദുഃഖമായി. അങ്ങനെ സംഭവം. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ 14 വർഷങ്ങൾക്ക് ശേഷം തൃശ്ശൂർ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ഒരാൾ നമസ്കാരം ഓർമ്മയില്ലേ തൃശ്ശൂർ ഭാഷ ഓർമ്മയില്ല. നമ്മൾ പഴയ ഗഡി പഴയ ഓണത്തിൻ്റെ ഏത് ഓണത്തിന് നമ്മുടെ ജോൺസേട്ടൻ നമ്മൾ ഒന്ന് പടാണ്ട് പോയില്ലേ, നമ്മളാണ് ആ കാറ് അടിച്ചത്. ക്ഷമിക്കണം കേട്ടോ ഒന്ന് ഇപ്പോഴേ എടാ നിന്നെ അന്ന് ഞാൻ ഇപ്പോഴേ ക്ഷമിക്കണം ചോദിക്കണേ. അല്ല ചേട്ടാ ക്ഷമിക്കണം കേട്ടോ ഒന്ന് ചെയ്തു. അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. സത്യം തൃശ്ശൂർകാർക്ക് അങ്ങനെ ചില നിഷ്കളങ്കതയുണ്ട് ഉള്ള കാര്യമൊക്കെ പറഞ്ഞു. പക്ഷെ അന്ന് താങ്കളുടെ പ്രത്യേക ഇന്നുള്ള സ്വഭാവം തന്നെയാണ്. വേണ്ടാന്ന് വെച്ചാൽ വേണ്ട, വേണ്ട, അതിനെ ആര് നിർബന്ധിച്ചാലും ചെയ്യില്ല.